Properties of homomorphism. Definition: let phi be a mapping of a set X into a set Y, and let A subset or equal to X and B subset or equal to Y. The image phi of A in Y under phi is set phi of A such that A element of A. The set phi of X is the range of phi. The inverse image phi inverse B of B in X is set X element of X such that phi of X element of B. Okay, phi be a mapping of a set X into a set Y. X will Y like a mapping phi. And A subset or equal to X into subset A consider. Then phi of A, okay, bracket to square bracket, phi of A in Y under phi is from A image, phi image in phi of A, that is equal to set phi of A such that A element of A. A lulla ella elements in phi image, that is phi of the set A. The set A phi image in a set A elements in phi image collection. Again, phi of X in the y function phi of X consider that X elements in phi image, that is number range set. Then next, B is a subset of Y. Then phi inverse of B എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഏതൊക്കെ എലമെൻസിനെയാണോ ബിയിലേക്ക് മാപ്പ് ചെയ്യുക ആ എലമെൻസിലാണ് ഫൈ ഇൻവേഴ്സ് ഓഫ് ബിയിൽ വരിക. അപ്പോൾ സെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ബി. ഫൈ ഓഫ് എക്സ് ബിയിൽ വരുന്ന എല്ലാ എക്സുകളുമാണ് ഫൈ ഇൻവേഴ്സ് ഓഫ് ബിയിൽ വരിക. ഓക്കെ, നോക്കുക ഇവിടെ ഫൈ ഓഫ് എന്നുള്ളത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്, സിമ്പിൾ ബ്രാക്കറ്റ് അല്ല, അത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് തിയറം 1. ലെറ്റ് ഫൈ ബി എ ഹോമോമോർഫിസം of a group G into a group G dash. If E is the identity element in G, then phi of E is the identity element E dash in G dash. If A element of G, then phi of A inverse is equal to phi of A all inverse. Now third one, if H is a subgroup of G, then phi of H is a subgroup of G dash. Fourth one, if K dash is a subgroup of G dash intersection phi of G, then phi inverse of K dash is a subgroup of G. Loosely speaking, phi preserves the identity element inverse and subgroups. So, if phi is a homomorphism of a group G into a group G dash, then G യുടെ ഐഡൻറ്റി എലമെൻറ്റിൻ്റെ phi ഇമേജ് ആയിരിക്കും G ഡാഷിൻ്റെ ഐഡൻറ്റി എലമെൻറ്റ്. സോ phi ഐഡൻറ്റി എലമെൻറ്റിനെ പ്രിസർവ് ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു എലമെൻറ്റ് phi ഓപ്പറേറ്റ് ചെയ്താൽ ഐഡൻറ്റിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല. ഇവിടുത്തെ ഐഡൻറ്റിറ്റിയുടെ phi ഇമേജ് തന്നെയാണ് അവിടുത്തെ ഐഡൻറ്റി എലമെൻറ്റ്. ദെൻ നെക്സ്റ്റ് അതുപോലെ ഇൻവേഴ്സിനെ പ്രിസർവ് ചെയ്യുന്നു. എയുടെ ഇൻവേഴ്സിൻ്റെ ഫൈ ഇമേജ്, അതാണ് ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ്. അഗെയിൻ എച്ച് എന്ന് പറയുന്ന ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫൈ ഓഫ് എച്ച് എടുത്താൽ അത് ജി ഡാഷിൻ്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓൾസോ കെ ഡാഷ് എന്ന് പറയുന്നത് ജി ഡാഷ് ഇൻ്റർസെക്ഷൻ ഫൈ ഓഫ് ജി, നമ്മുടെ റേഞ്ച് സെറ്റിൻ്റെ സബ് ഗ്രൂപ്പാണ് എങ്കിൽ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജിയുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, സോ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ജിയുടെ ഐഡൻറ്റി എലമെൻറ്റ് ഇ ആണെങ്കിൽ ഫൈ ഓഫ് ഇ ജി ഡാഷിൻ്റെ ഐഡൻറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫൈ ഒരു ഹോമോമോർഫിസം ഫ്രം ജി ഇൻറ്റു ജി ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈ ഇസ് എ ഹോമോമോർഫിസം. ദെൻ ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് എ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഇ എന്ന് എഴുതാം. ഇ ഇസ് ദ ഐഡൻറ്റി എലമെൻറ്റ് ഓഫ് ജി, സോ എ ഇൻറ്റു ഇ ഈക്വൽ ടു എ. സോ ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഇ. ദെൻ ഫൈ ഇസ് എ ഹോമോമോർഫിസം, സോ ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ഇ. Now, phi of A, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? phi of A equal to phi of A into phi of E. So, multiplying on left side by phi of A inverse, phi of A all inverse. So, എന്ത് സംഭവിക്കും? phi of A all inverse into phi of A. ഇപ്പോൾ ഇൻവേഴ്സ് ആണ്, phi of A ഇൻവേഴ്സ് ആണ്, അതും phi of A അങ്ങനെ ക്യാൻസൽ ഐഡൻറ്റി ആവും. സോ ലെഫ്റ്റ് സൈഡിൽ ഐഡൻറ്റി, അതായത് ജി ഡാഷിലെ എലമെൻ്റ് ആണ്, phi ഇമേജ് ഓഫ് എ ആണ്. സോ ദാറ്റ്സ് ജി ഡാഷിലെ എലമെൻ്റ് ആണ്. സോ ജി ഡാഷിലെ ഐഡൻറ്റി എലമെൻറ്റ് ഇ ഡാഷ്. സോ ഇ ഡാഷ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ phi of A into phi of E എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് എ അവിടെ ഐഡൻറ്റി ആയി. സോ ഐഡൻറ്റി ഇൻറ്റു ഫൈ ഓഫ് ഇ വരും. സോ ഫൈ ഓഫ് ഇ തന്നെ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇ ഡാഷ്, റൈറ്റ് സൈഡ് ഫൈ ഓഫ് ഇയും. സോ ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. ഡാഷ് എന്താ? ജി ഡാഷിൻ്റെ ഐഡൻറ്റി എലമെൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്ന് കിട്ടി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ ഫൈ ഓഫ് ഇ ഈസ് ദ ഐഡൻറ്റി എലമെൻറ്റ് ഇ ഡാഷ് ഇൻ ജി ഡാഷ്. നെക്സ്റ്റ് ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഓൾ ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിൻ്റെ ഫൈ ഇമേജ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
സോ നമ്മൾ ഇ ഡാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ ഫൈ ഓഫ് ഇ നമ്മളിപ്പോൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് എന്ന് എഴുതാം. എ ഇൻവേഴ്സ് ഈസ് ഐഡൻറ്റി എലമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഇസ് എ ഹോമോമോർഫിസം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ്. ഇപ്പോൾ ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ. അപ്പോൾ ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഫൈ ഓഫ് എ ഓൾ ഇൻവേഴ്സ്. സോ ഫൈ ഓഫ് എ ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് എന്ന് കിട്ടി. Okay. Now third one, let H be a subgroup of G. We want to prove that phi of H is a subgroup of G dash. സോ ഫൈ ഓഫ് എച്ച് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം ജി ഡാഷിൻ്റെ. ഇപ്പോൾ ഫൈ ഓഫ് എച്ച് ജി ഡാഷിൻ്റെ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഫൈ ഓഫ് എച്ചിൽ 2 എലമെൻറ്റ് എടുക്കുക. നമുക്ക് 3 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യുക, ദെൻ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുക, ദെൻ ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുക. സോ ഫസ്റ്റ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഫൈ ഓഫ് എച്ചിലെ ആർബിട്രേറ്റ് 2 എലമെൻറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫൈ ഓഫ് എ ഫൈ ഓഫ് ബി ഫോമിൽ വേർ എ ബി എലമെൻറ്റ് ഓഫ് എച്ച്, ദെൻ എ എച്ചിലെ എലമെൻ്റാണ്, ബി എച്ചിലാണ്. അപ്പോൾ ഫൈ ഓഫ് എ ഫൈ ഓഫ് എച്ചിലെ എലമെൻ്റാണ്, ഫൈ ഓഫ് ബിയും ഫൈ ഓഫ് എച്ചിലെ എലമെൻ്റാണ്. ദെൻ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഫൈ ഓഫ് എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്താ? ഫൈ ഓഫ് ഫൈ ഹോമോമോർഫ്സ് ആയതുകൊണ്ട് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി സെയിം ആസ് ഫൈ ഓഫ് എ ബി. അപ്പോൾ ഫൈ ഓഫ് എ ബി, എയും ബിയും നമ്മൾ എച്ചിലെ എലമെൻ്റ് എടുത്തിരിക്കുന്നത്. സോ എച്ച് സബ് ഗ്രൂപ്പ് എന്ന് തന്നിട്ടുണ്ട്. സോ എ ബി എച്ചിലുണ്ട്. സോ ഫൈ ഓഫ് എ ബി ഇവിടെയുണ്ട്, ഫൈ ഓഫ് എച്ചിലുണ്ട്. ഓക്കെ. സോ ഫൈ ഓഫ് എച്ച് ഇസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ ഓഫ് ജി ഡാഷ്. ഫൈ ഓഫ് എച്ച് ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഫൈ ഓഫ് എച്ചിലുണ്ടെന്ന് കിട്ടി. നൗ ഐഡൻറ്റി എലമെൻറ്റ് ജി ഡാഷിൻ്റെ ഐഡൻറ്റി എലമെൻറ്റ് ഫൈ ഓഫ് എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഇ ഡാഷാണ് ജി ഡാഷിൻ്റെ ഐഡൻറ്റി എലമെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. അപ്പോൾ ഫൈ ഓഫ് ഇ എച്ച് ജിയുടെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എച്ചിലെ ജിയിലെ ഐഡൻറ്റി ഉണ്ട്, അതായത് ഈ എച്ചിലെ എലമെൻ്റ് ആണ്. ഈ എച്ചിലെ എലമെൻ്റ് ആണെങ്കിൽ ഫൈ ഓഫ് ഇ എവിടെയുണ്ട്? ഫൈ ഓഫ് എച്ചിലുണ്ട്. സോ ഫൈ ഓഫ് ഇ ആണ് ജി ഡാഷിൻ്റെ ഐഡൻറ്റി എലമെൻറ്റ്. ജി ഡാഷിൻ്റെ ഐഡൻറ്റി എലമെൻറ്റ് നമുക്ക് ഫൈ ഓഫ് എച്ചിലുണ്ടെന്ന് കിട്ടി. സോ ഐഡൻറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻവേഴ്സ്, നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്താണ്. ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഓൾ ഇൻവേഴ്സ്. ഫൈ ഓഫ് എ ഇൻവേഴ്സ് ആണ് ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ്. സോ എ ഇൻവേഴ്സ് നോക്കുക, എ എച്ചിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ എ ഇൻവേഴ്സ് എച്ചിലുണ്ട്, കാരണം എച്ച് സബ് ഗ്രൂപ്പാണ്. സോ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഫൈ ഓഫ് എച്ചിലുണ്ട്. അതാണ് ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ്. സോ ഇൻവേഴ്സ് ഒരു ഫൈ ഓഫ് എ എന്ന എലമെൻറ്റ് എച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും എച്ചിലെ എലമെൻ്റാണ്. ഫൈ ഓഫ് എച്ച് എന്നൊരു എലമെൻറ്റ് ഫൈ ഓഫ് എച്ചിലുണ്ടെങ്കിൽ ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സും ഫൈ ഓഫ് എച്ചിലുണ്ട്. സോ ഫൈ ഓഫ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ്. നെക്സ്റ്റ് fourth property, K dash be a subgroup of G dash intersection phi of G. Then we want to prove that we want to prove K dash be a subgroup of K dash be a subgroup of G dash intersection phi of G. Then we want to prove that phi inverse of K dash is a subgroup of G എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ 3 പ്രോപ്പർട്ടി. ഒന്ന് ക്ലോസ്ഡ് ആണ്, ഐഡൻറ്റി ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് നോക്കുക. കെ ഡാഷ് നമ്മുടെ ജി ഡാഷ് ഇൻ്റർസെക്ഷൻ ഫൈ ഓഫ് ജിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്ന് പറഞ്ഞാൽ ജിയുടെ സബ്സെറ്റ് ആണ്, അത് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അവിടെ 2 എലമെൻറ്റ് എടുക്കുക. ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എ ബി എലമെൻറ്റ് ഓഫ് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്ന് എടുക്കുക. ദെൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ ഇൻറ്റു ബി ഓൾസോ ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ എയും ബിയും ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷിലെ എലമെൻ്റ് ആണെങ്കിൽ ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബി എവിടെയുണ്ട്? കെ ഡാഷിലെ എലമെൻ്റ് ആണ്. സോ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി കെ ഡാഷിലുണ്ട്, കാരണം കെ ഡാഷ് സബ് ഗ്രൂപ്പാണ് തന്നിട്ടുണ്ട്. ഇനി ഫൈ ഒരു ഹോമോമോർഫ്സ് ആയതുകൊണ്ട് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി സെയിം ആസ് ഫൈ ഓഫ് എ ബി. സോ ഫൈ ഓഫ് എ ബി ബിലോങ്സ് ടു കെ ഡാഷ്. സോ ഫൈ ഓഫ് എ ബി കെ ഡാഷിൽ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ്. ഓക്കെ. നമുക്കതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. എ ബി ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ്. സോ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ. നെക്സ്റ്റ് സെക്കൻഡ്, ഐഡൻറ്റി എലമെൻറ്റ് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ ജിയുടെ ഐഡൻറ്റി എലമെൻറ്റ്, ജിയുടെ സബ്സെറ്റാണ് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ്. ദെൻ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഡാഷിൻ്റെ ഐഡൻറ്റി എലമെൻറ്റ് ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്ന് പ്രൂവ് ചെയ്തു. സോ കെ ഡാഷ് ജി ഡാഷ് ഇൻ്റർസെക്ഷൻ ഫൈ ഓഫ് ജിയുടെ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അവിടെ ഇ ഡാഷ് ഉണ്ടായിരിക്കും. കെ ഡാഷിൽ ഇ ഡാഷ് കെ ഡാഷിലെ ഒരു എലമെൻ്റ് ആണ്, അവിടുത്തെ ഐഡൻറ്റി എലമെൻറ്റ്. സോ ഇ ഡാഷ് കെ ഡാഷിലെ എലമെൻ്റ് ആണെങ്കിൽ ഇ ഡാഷ് എന്ന് വെച്ചാൽ ഫൈ ഓഫ് ഇ കെ ഡാഷിലെ എലമെൻ്റ് ആണെങ്കിൽ ഇ എവിടെയുണ്ട്? ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷിലുണ്ട്. സോ ഐഡൻറ്റി എലമെൻറ്റ് ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് കിട്ടി. അഗെയിൻ ഇഫ് എ എലമെൻറ്റ് ഓഫ് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് ദെൻ ഫൈ ഓഫ് എ എലമെൻറ്റ് ഓഫ് നമുക്കിനി ഇൻവേഴ്സ് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷിലെ ഒരു എലമെൻറ്റ് എ എടുത്തു, അതിൻ്റെ ഇൻവേഴ്സ് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇഫ് എ എലമെൻറ്റ് ഓഫ് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് ദെൻ ഫൈ ഓഫ് എ എലമെൻറ്റ് ഓഫ് കെ ഡാഷ്
എ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷിലുണ്ടെങ്കിൽ ഫൈ ഓഫ് എ കെ ഡാഷിലെ എലമെൻ്റ് ആണ്. വിച്ച് ഇൻവേഴ്സ് ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു കെ ഡാഷ്. കെ ഡാഷ് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ് കെ ഡാഷിലുണ്ട്. ഇനി ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ് എന്താ? ഫൈ ഓഫ് എ ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ് സെക്കൻഡ് പാർട്ടിൽ. സോ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു കെ ഡാഷ്. ദെൻ ഫൈ ഓഫ് എ ഇൻവേഴ്സ് കെ ഡാഷിലുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ്. Phi inverse of K dash. Hence, phi inverse of K dash is a subgroup of G. Okay. Note that phi from G to G dash be a homomorphism and let E dash be the identity element of G dash, then set E dash is a subgroup of G dash. So, phi inverse of set E dash is a subgroup H of G. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. ഫൈ ഇസ് എ ഹോമോമോർഫിസം ഫ്രം ജി ഇൻ ടു ജി ഡാഷ് ആൻഡ് ഇ ഡാഷ് ഇത് ഐഡൻറ്റി എലമെൻറ്റ് ഓഫ് ജി ഡാഷ്. ഇ ഡാഷ് ജി ഡാഷിൻ്റെ ഐഡൻറ്റി എലമെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ട്രിവിയൽ സബ് ഗ്രൂപ്പ്. സെറ്റ് ഇ ഡാഷ് എടുത്താൽ ദാറ്റ്സ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ്. അപ്പം നമ്മളിവിടെ കെ ഡാഷ് കൺസിഡർ ചെയ്ത പോലെ ഇ ഡാഷ് ഇവിടെ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് ആണെങ്കിൽ ഫൈ ഇൻവേഴ്സ് ഓഫ് സെറ്റ് ഇ ഡാഷ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത്. അപ്പോൾ ഫൈ ഇൻവേഴ്സ് ഓഫ് ഇ ഡാഷ്, അതായത് ഇ ഡാഷിലെ ജി ഡാഷിലെ ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സും എടുത്താൽ ദാറ്റ് ഫോം എ സബ് ഗ്രൂപ്പ് ഓഫ് ജി.